Good morning, dears. So today we are going to study the poem The Lady Charlotte by Tennyson. So about the poem and about the poet. The Lady of Shalott is a lyrical ballad by the 19th century English poet Alfred Lord Tennyson, and it is one of his best known works. So ഈ ഒരു poem എന്ന് പറയുന്നത് തോമസ് മാലറിയുടെ മോർ ദി ആർതർ എന്നുള്ള പ്രൂസ് റൊമാൻസിനെ ബേസ് ചെയ്തിട്ട് ടെന്നിസൺ എഴുതിയ ഒരു പോയമാണിത്. ഓക്കെ, ആൻഡ് ഹി റോട്ട് 2 versions of the poem, and one was published in the year 1832 with 20 stanzas, and the other was published in the year 1842 with 19 stanzas. Okay, so this is a kind of medieval romance. ആൻഡ് ഒരു സിംബോളിസം പോലെയാണ് യൂസ് ചെയ്തേക്കുന്നത് ദ ലേഡി ഓഫ് ഷാലറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പോം ഹാസ് ഇൻസ്പയർഡ് മെനി പെയിന്റേഴ്സ്, എസ്പെഷ്യലി ദ പ്രീ റാഫ്ലെറ്റ് ബ്രദർഹുഡ്. ഓക്കെ, സോ ഇഫ് യു വോണ്ട് ടു സീ an illustration made by the pre Raphaelite brotherhood on Lady Charlotte, you can just check it on the on the web. Okay, so let's come to the poem. സോ ലോർഡ് ആൽഫ്രഡ് ടെന്നിസൺ ഈ ഒരു പോം എഴുതിയത് 1832 റിവൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്തത് മിസ് നേരത്തെ പറഞ്ഞു. ആൻഡ് ദെൻ ഒരു ഓൾഡ് ഇറ്റാലിയൻ റൊമാൻസ് അല്ലെങ്കിൽ ഓൾഡ് മിഡീവൽ റൊമാൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. ആൻഡ് തോമസ് മാലറിയുടെ മോർ ദി ആർതർ എന്നുള്ള പോവത്തിന്റെ സ്റ്റോറിയുമായിട്ട് കുറച്ച് സിമിലാരിറ്റി ഇതിനകത്ത് ഉണ്ട്. അപ്പൊ തോമസ് മാലറിയുടെ മോർ ദി ആർതർ എന്നുള്ള പോവത്തിനകത്ത് മെയ്ഡ് ഓഫ് ആസ്ട്രലാട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. സോ അവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലേഡി ഓഫ് ഷാലറ്റ് എന്നും പറഞ്ഞ ആര് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, നമ്മുടെ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ദിസ് പോം വാസ് ആക്ച്വലി എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ആർട്ട്. ലൈഫും ആർട്ടും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് ഈ ഒരു പോമത്തിന്റെ തീമായിട്ട് വരുന്നത്. അണ്ടർലൈൻ തീം എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഹിഡൻ തീം എന്ന് പറയുന്നത്. സോ ദർ ഇസ് എ ലേഡി ഹു സിംഗ്സ് ഇൻ എ റിമോട്ട് ടവർ, ആൻഡ് ഷീ വിയേഴ്സ് എ മാജിക് വെബ്. And that appears to represent the artistic isolation from the activity and bustle of life. So ഒരു നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ആരാണ്, ലേഡി ഓഫ് ഷാലറ്റ് ആണ്. അവരൊരു ലോൺലി ആയിട്ട് ഒരു ടവറിനകത്ത് ഇരുന്നുകൊണ്ട് ഒരു മാജിക് വെബ് ഇങ്ങനെ വീവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ആ ഒരു സിംബൽ എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത്, ഒരു ആർട്ടിസ്റ്റ് വെളിയിലുള്ള വേൾഡ്ലി അഫയേഴ്സിൽ നിന്നും അല്ലെങ്കിൽ വേൾഡ്ലി ആക്ടിവിറ്റീസിൽ നിന്നും മാറി, ആ ഒരു വേൾഡ്ലി ബസിൽ ഓഫ് ലൈഫിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരുന്ന് ആർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ വെൻ ഷീ സെറ്റ്സ് ഹർ ആർട്ട് അസൈഡ് ആൻഡ് ഗേസ് ഡൗൺ ടു ദ റിയൽ വേൾഡ്, ഷീ മീറ്റ്സ് ഹർ ട്രാജിക് എൻഡ് ആൻഡ് കേഴ്സ് ബിഫോൾ ഓൺ ഹർ. സോ ഇവിടെ പറയുന്നത്, അവൾ ആ ആർട്ടിന് മാത്രം ഫോക്കസ് ചെയ്ത് റിയൽ വേൾഡിലോട്ട് നോക്കാതെ, അതായത് റിയൽ വേൾഡിലുള്ള ബാക്കിയുള്ള അഫയേഴ്സിലോട്ടൊന്നും ഫോക്കസ് കൊടുക്കാതെ ആർട്ടിൽ മാത്രം ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവളൊരു ട്രൂ ആർട്ടിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് എപ്പോഴാണോ അവൾ ആ ട്രൂ വേൾഡ്ലി അഫയേഴ്സിലോട്ട് കൂടുതൽ ചിന്ത കൊടുക്കാൻ തുടങ്ങിയത്, അപ്പോൾ അവളിൽ എന്തോ ഒരു കേഴ്സ് വന്ന പോലെ, ഒരു ശാപം വന്ന പോലെ അവള് ട്രാജിക്കലി അവളുടെ ലൈഫ് അതായത് ആർട്ടിസ്റ്റിന്റെ ലൈഫ് അങ്ങ് ട്രാജിക്കലി തീർന്നു, അല്ലെങ്കിൽ ട്രാജിക്കലി എൻഡായി മാറി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വേറൊന്നുമില്ല, ലേഡി ഷാലറ്റ് എന്ന് പറയുന്നത് ഒരു ടവറിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ വീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മിററിൽ പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ലേഡി ഷാലറ്റ് അറിയുന്നത്, പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ ആ മിററിലൂടെ ഷാഡോസിലൂടെ റിഫ്ലക്റ്റഡ് ആകുമ്പോഴാണ് പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലേഡി ഷാലറ്റ് അറിയുന്നത്. ഓക്കെ, ആൻഡ് ദർ വാസ് ദിസ് കേഴ്സ് ഓൺ ഹർ, അതായത് അവള് വെളിയിൽ എപ്പോൾ നോക്കിയാലും ഡയറക്ട്ലി എപ്പോഴാണോ അവള് വിൻഡോസിലൂടെ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ആ ടവറിന്റെ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അവള് ട്രാജിക്കലി മരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതാണ് അതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റോറിയും ആർട്ടിസ്റ്റും, അതായത് ഒരു ആസ് എൻ ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റിക് ലൈഫും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതായത് വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആർട്ടിസ്റ്റ് എപ്പോഴാണോ, അതായത് ഇഫ് an artist is moved not by his art and by the materialistic things that are happening outside the world, then he a tragic fate befalls on him or her. അതാണ് ഇവിടെ പറയുന്നത്. വേൾഡ്ലി പൊസിഷനിലോട്ടോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് തിങ്സിലോട്ടോ ആർട്ടിസ്റ്റിന്റെ കണ്ണ് പോയി കഴിഞ്ഞാൽ
അവിടെ ട്രൂ ആർട്ടിസ്റ്റ് മരിക്കുകയാണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ക്വാളിറ്റീസ് അദ്ദേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളൊരു അണ്ടർലൈങ് തീമാണ് ഇവിടെ പറയുന്നത്. അതാണ് കോൺഫ്ലിക്ട് ഓഫ് ആർട്ടിസ്റ്റും അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് ലൈഫ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോയം എന്തിനെ കുറിച്ച്, അങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഡിസയറും, അതായത് ഒരു സോഷ്യൽ ഇൻവോൾവ്മെന്റ്, ആർട്ടിസ്റ്റിന് സോഷ്യൽ ഇൻവോൾവ്മെന്റ് എന്താണ്, ആർട്ടിസ്റ്റും ആൻഡ് ആസ് വെൽ എസ് സോഷ്യൽ ഇൻവോൾവ്മെന്റും അതുപോലെ തന്നെ സ്കെപ്റ്റിസിസവും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ട്രൂ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ടിനോട്ട് മാത്രമേ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പാടുള്ളൂ, അതല്ല സോഷ്യൽ ഇൻവോൾവ്മെന്റ് അവർക്ക് പാടില്ലേ എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. അതായത് ലേഡി ഓഫ് ഷാലറ്റിനകത്ത് അവരുടെ കേസ് എന്താണ്, അവർ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ മരിച്ചുപോകും, വിൻഡോയുടെ വെളിയിലോട്ട് നോക്കുകയാണ്. സോ ഹൗ ഷീ ആക്ച്വലി പെർസീവിംഗ് ദ വേൾഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഷാഡോസ് ദാറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഓൺ ദി മിറർ. അങ്ങനെയാണ് അവർ വേൾഡിനെ കുറിച്ച് പെർസീവ് ചെയ്യുന്നത്, അങ്ങനെയാണ് അവരവിടെ ഇരുന്ന് ആർട്ടിസ്റ്റിക് അവരെന്താണ് വീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വെൻ ഷീ ആക്ച്വലി ഇഫ് ഷീ ആക്ച്വലി ലുക്സ് ഔട്ട് ഓഫ് ദി വിൻഡോ ഓഫ് ദി ടവർ എന്ത് പറ്റും, അവർ മരിക്കും. ഇതാണ് അവരുടെ കേസ് എന്ന് പറയുന്നത്. സോ അതാണ് ആർട്ടിസ്റ്റും സോഷ്യൽ ഇൻവോൾവ്മെന്റും അതോ ആർട്ടിസ്റ്റും അയാളുടെ ആർട്ടും തമ്മിലാണോ ബന്ധം കൂടുതൽ വേണ്ടുന്നത് എന്നാണ് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ പോം അതിനകത്ത് നമ്മുടെ ടെന്നസിന് ആ ഒരു പേഴ്സണൽ ഡിലമയെ കുറിച്ചാണ് പറയുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി എ പേഴ്സണൽ ഡിലമ ഓഫ് ടെന്നസൺ ദ പോയറ്റ് ഹിംസെൽഫ്. അതാണ് ടെന്നസന് തോന്നിയ ഒരു കാര്യമാണ് ഇവിടെ പോയത്തിന്റെ രൂപത്തിൽ പറയുന്നത്. ഓക്കെ, സോ ഹി ആക്ച്വലി ഫീൽസ് ദാറ്റ് ഈ കൈൻഡ് ഓഫ് സബ്ജക്ട് മാറ്റർ ഇദ്ദേഹത്തിന്റെ മൈൻഡിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നാട്ടുകാരെ കൂടി അറിയിക്കണം എന്ന് ഇദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു സബ്ജക്ട് മാറ്ററിനെ എടുത്തൊരു പോയം ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ ഹി വാണ്ട്സ് ടു ടോക്ക് അബൌട്ട് ഹിസ് ഓൺ എക്സ്പീരിയൻസസ്. He wanted to talk about, or he wanted to comment on the history, politics and as well as the humanity of that period. That period he lived. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഒരു സബ്ജക്ട് മാറ്റർ ഡേഞ്ചറസ് ആണെന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം അദ്ദേഹത്തിന്റെ മാജിക് ഓഫ് പോയട്രി ഇത് ഡിസ്ട്രോയ് ചെയ്യുമോ ഇങ്ങനെയുള്ള തീംസ്. എപ്പോഴും നമുക്ക് ഇമാജിനേഷൻ മാത്രം മതി, അതായത് എപ്പോഴും നമുക്ക് ഈ ഒരു ലവ് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് നേച്ചറിനെ കുറിച്ചുള്ള വർണ്ണന മാത്രം മതിയോ പോയത്തിനകത്ത്? ഇല്ല. സോ ഹി ജസ്റ്റ് വാണ്ടഡ് ടു തിങ്ക് ഡിഫറെന്റ്. അതുകൊണ്ട് ഇദ്ദേഹം ഹിസ്റ്ററിയെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും ഹ്യൂമാനിറ്റിയെ കുറിച്ചൊക്കെ എഴുതാനായിട്ട് ആഗ്രഹിച്ചു ടെന്നസൺ. പക്ഷെ ഇദ്ദേഹത്തിന് പേടി, അതിനെക്കുറിച്ചൊക്കെ എഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ട്രൂ മാജിക് ഓഫ് പോയട്രി നഷ്ടപ്പെടുമെന്ന്, ഇങ്ങനെയുള്ള തീംസുമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ. സോ ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു പോയത്തിന് 4 സെക്ഷനാണുള്ളത്. 4 സെക്ഷൻ. പാർട്ട് 1 and 4 എന്ന് പറയുന്നത് ഓഫ് ദ പോയം ഫോക്കസ് ഓൺ ദ ലേഡി ഓഫ് ഷാലറ്റ് ഫ്രം ദി പെർസ്പെക്ടീവ് ഓഫ് ദി ഔട്ട്സൈഡ് വേൾഡ്. അതായത് ഔട്ട്സൈഡ് വേൾഡിന് ലേഡി ഓഫ് ഷാലറ്റ് എങ്ങനെയാണ്, വെളിയിലുള്ള നാട്ടുകാർ എങ്ങനെയാണ് ലേഡി ഓഫ് ഷാലറ്റിനെ പെർസീവ് ചെയ്യുന്നത്. ആൻഡ് പാർട്ട് 2 and 3 എന്ന് പറയുന്നത് ഹൗ ലേഡി ഓഫ് ഷാലറ്റ് വ്യൂസ് ദ വേൾഡ്. ഈ ലേഡി എങ്ങനെയാണ് വേൾഡിനെ വ്യൂ ചെയ്യുന്നതെന്നാണ് പാർട്ട് 2 പാർട്ട് 3 പറയുന്നത്. ഓക്കെ, അബൌട്ട് ദ ടൈറ്റിൽ ഓഫ് ദ പോം. ദ ടൈറ്റിൽ ഓഫ് ദ പോം എന്ന് പറയുന്ന ആരാണ്? ലേഡി ഓഫ് ഷാലറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ഷീ ഈസ് എ ഹീറോയിൻ ഓഫ് ദ പോം അല്ലെങ്കിൽ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദ പോം എന്ന് നമുക്ക് പറയാം. സോ മെയിൻ പോം എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലേഡി, അതിനെയാണ് കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ദ പോം ഡീൽസ് വിത്ത് ലാൻസ്ലോട്ട് ആൻഡ് ക്യാംലോട്ട്. അപ്പൊ ഈ ലാൻസ്ലോട്ട് എന്ന് പറയുന്നത് ഒരു നൈറ്റ് ആണ്. ക്യാമലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കിങ് ആർതറിന്റെ പാലസ് എന്നോ അല്ലെങ്കിൽ കാസൽ എന്നോ പറയാം. അങ്ങോട്ട് പോകുന്ന വഴിയെ നമുക്ക് ക്യാമലോട്ട് എന്ന് പറയാം. കിങ് ആർതർ ആൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞ്, റൗണ്ട് ടേബിൾ കോൺഫറൻസ് അല്ല, സോറി, കിങ് ആർതറിന്റെ ആ ഒരു ജേർണിയെ കുറിച്ച് നമ്മൾ വേസ്റ്റ്ലൻഡിലൊക്കെ പഠിക്കുന്നുണ്ട്. സോ ആ കിങ് ആർതറിന്റെ കാസലൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ക്യാമലോട്ട് എന്ന് പറയുന്നത്. ലാൻസ്ലോട്ട് എന്ന് പറയുന്നത് കിങ് ആർതറിന്റെ കമ്പാനിയനാണ് ലാൻസ്ലോട്ട്. ഓക്കെ, സോ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഓക്കെ, ദെൻ സെറ്റിംഗ്. ദ സെറ്റിംഗ് ഓഫ് ദ നോവൽ എന്ന് പറയുന്നത് ഓർഡിനറി വേൾഡ് ആണ്, ബട്ട് ഇറ്റ് ഈസ് മോർ ബ്രൈറ്റ് ആൻഡ് ഇന്റൻസ് ആണ്. ഒരു കൈൻഡ് ഓഫ് മാജിക്കൽ ഫീൽ ആണ് നമുക്ക് തരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് എ കൈൻഡ് ഓഫ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് മാജിക്കൽ വേൾഡിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അവിടെ ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ട്രീസ് ആയിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. ആൻഡ് റിവർ ഉണ്ട്, റിവറിന് വോയിസ് ഉള്ളതുപോലെയൊക്കെയാണ് നമ്മുടെ പോയറ്റ് ഒരു ഇമേജ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്പീക്കർ എന്ന് പറയുന്നത് എന്താണ്? ദ സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ലേഡി ഓഫ് ഷാലറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സ്പീക്കർ. ആൻഡ് സ്പീക്കർ എന്ന് പറയുന്നത് ഇസ് നോട്ട് ഒബ്വിയസ് ആണ്, പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു ഒംനീഷ്യൻ നറേറ്റർ ആണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്പീക്കർ ഒംനീഷ്യൻ നറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പീക്കർ ഓഫ് ദ പോം ക്യാൻ സീ ആൻഡ് നോ തിങ്സ് ദാറ്റ് നോബഡി എൽസ് കുഡ് സീ ആൻഡ് നോ. അതുകൊണ്ട് ഇതൊരു ഗോഡ് ലൈക്ക് നറേറ്ററിനെ പോലെയാണ് ഇവിടെ സ്പീക്കറിനെ കാണിച്ചേക്കുന്നത്. ആൻഡ് ദർ ഇസ് ദിസ് ഇൻഡിഫറന്റ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ വോയിസ് ഓഫ് ദ സ്പീക്കർ. ആൻഡ് അത് പറയുന്നുണ്ട്.
പിന്നെ ഒരു കൈൻഡ് ഓഫ് മാജിക്കൽ സ്പെല്ല് പോലെയാണ് ഈ ഒരു ഹോൾ പോം നമ്മുടെ പോയിറ്റ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ലേഡി ഓഫ് ഷാലറ്റ് എന്ന് പറയുന്നത് ഷീസ് എ ഡൈനാമിക് ക്യാരക്ടറാണ് ഈ ഒരു പോയത്തില്. ആൻഡ് ഓവർ ദി കോഴ്സ് ഓഫ് ദ പോം വി ക്യാൻ സീ ഹൗ ഷീ ആസ് എ ക്യാരക്ടർ ഡെവലപ്സ് ഇൻ ദ പോം or how she as a person develops in the poem. Okay. So when the poem opens, lady എന്താണ് ഒരു ഐസൊലേറ്റഡ് ലൈഫ് ലീഡ് ചെയ്യുവാണ്. ഐലൻഡ് ഓഫ് ഷാലറ്റ്, ഷാലറ്റ് എന്നുള്ള ഐലൻഡിലെ, ഷാലറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഐലൻഡ് ആണ്. ഐലൻഡ് ഓഫ് ഷാലറ്റിലെ ഒരു ടവറിൽ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യുവാണ്, ജീവിക്കുകയാണ് നമ്മുടെ ഈ ലേഡി എന്ന് പറയുന്നത്. ഈവൻ ദോ ഷീ ഈസ് ഐസൊലേറ്റഡ്, എന്താണ് ഇവൾക്ക് എന്താണ് ടവറിന്റെ വിൻഡോയിൽ കൂടി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ട്. പക്ഷെ ഡയറക്ട്ലി ലുക്ക് ചെയ്യാൻ പറ്റില്ല. മിററിൽ റിഫ്ലക്റ്റഡ് ആവുന്ന ഷാഡോസ് വെച്ചിട്ട് കുറച്ച് ഐഡിയാസ് കിട്ടുന്നുണ്ട്. നോ വൺ ക്യാൻ ഓൾസോ സീ ഹർ, പക്ഷെ പീപ്പിൾ ക്യാൻ ഹിയർ ഹർ സിംഗിങ്. ഓക്കെ. സോ ഷീ ഈസ് കോൺസ്റ്റന്റ്ലി വീവിംഗ് ദ വെബ് ആൻഡ് ഷീ ഈസ് അണ്ടർ എ കേഴ്സ് ആണ്. ഇഫ് ഷീ സ്റ്റോപ്സ് വീവിംഗ് ദ കേഴ്സ് വിൽ ടേക്ക് എഫക്ട്. അതായത് വീവ് നിർത്തിയിട്ട് വെളിയിലോട്ടെങ്ങാനും നോക്കിക്കഴിഞ്ഞാൽ അവളുടെ കേഴ്സ് അവൾക്ക് വരും, അതായത് അവളുടെ ശാപം അവൾക്ക് കേൾക്കും. So she is not permitted to look outside the window or look down at that place. Okay. So she has a mirror that reflects the shadows of the world beyond the window. And she actually, what is she weaving? She weaves the shadows or the sight of the shadows that she sees, which get reflected on the mirror. And she is also appeared satisfied by doing these kind of weaving. So one night she sees a newlywed couple in the mirror, and this frustrates her, and she says that I am sick of, or I am half sick of shadows. ഇവള് പല കാര്യങ്ങളും മിററിലൂടെ ഷാഡോസിലൂടെ കാണുന്നുണ്ട്. ആ ഷാഡോസ് ആണ് ഇവള് വീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടേപ്പിസ്ട്രിയിൽ. സോ ഇവള് പറയും, അപ്പൊ ഒരു സമയത്ത് എന്താണ് ഒരു ന്യൂലി വെഡ് കപ്പിളിന്റെ മിററിൽ ഷാഡോ കാണുന്നുണ്ട്. സോ സഡൻലി ഷീ ഫീൽസ് ഫ്രസ്ട്രേറ്റഡ്. അതായത് അവൾക്ക് ഒരു കൂട്ടില്ലല്ലോ, അവൾ ഒറ്റയ്ക്കാണ് ഈ ഒരു ഇതിലിരിക്കുന്നത്. അപ്പൊ ഒരു ന്യൂലി വെഡ് കപ്പിളിനെ കാണുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇവള് പറയുന്നുണ്ട്, ഐ ആം ഹാഫ് സിക്ക് ഓഫ് ഷാഡോസ് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഹാഫ് സിക്ക് ഓഫ് ഷാഡോസ് എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ഇവിടെ ഹാഫായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ഐ ഡോണ്ട് ഹാവ് എ പേഴ്സൺ ടു കംപ്ലീറ്റ് മീ. അതായത് എനിക്കൊരു പാർട്ട്ണർ ഇല്ല, ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. സോ ഐ എം ഹാഫ് സിക്ക് ഓഫ് ഷാഡോസ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഷാഡോസിന്റെ ഇൻകംപ്ലീറ്റ്നെസിനെ കുറിച്ചും ഇവിടെ ആണെന്ന് പറയാം നമുക്ക്. So she soon sees and hears a passerby, and then എന്താണ് അവൾക്ക് വീണ്ടും എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അവൾക്കൊരു ഇംപ്രിസണിലായിട്ട് ഇരിക്കുന്നു, അതായത് ഒരു പ്രിസണിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പൊ അവിടെ വെച്ചൊരു നൈറ്റ് നമ്മുടെ സർ ലാൻസ്ലോട്ട് അതിലേക്കൂടെ പാസ് ചെയ്യുന്നു. ഹി പാസസ് ബൈ സിംഗിങ് ആൻഡ് ഹി ഈസ് ഓൾസോ ഷൈനിങ്. സോ എന്ത് പറ്റി, ഈ ഒരു വീവിങ് നിർത്തിയിട്ട് പെട്ടെന്ന് ഹാൻസം മാനിനെ നോക്കാൻ വേണ്ടി നമ്മുടെ ലേഡി ഓഫ് ഷാലറ്റ് എന്ത് ചെയ്തു, വെളിയിലോട്ട് നോക്കി. നമ്മുടെ സർ ലാൻസ്ലോട്ട്, അതായത് നമ്മുടെ കിങ് ആർതറിന്റെ കമ്പാനിയൻ നൈറ്റ് ആയിട്ടുള്ള സർ ലാൻസ്ലോട്ടിനെ കാണാൻ വേണ്ടി ഇവള് പുറത്തോട്ട് വീവിങ് നിർത്തിയിട്ട് നോക്കിയതും മിറർ ക്രാക്ക് ചെയ്തു. ആൻഡ് കേഴ്സ് ആണെന്ന് മനസ്സിലായി. ഷീ ആക്ച്വലി എന്ത് ചെയ്തു, കേഴ്സ് ആണെന്ന് മനസ്സിലായിട്ടും ഷീ ഈസ് നോട്ട് ഹെസിറ്റേറ്റിംഗ് ടു സ്റ്റേ ദെയർ. അതായത് ഷീ ഈസ് നോട്ട് ആക്ച്വലി സ്റ്റേയിങ് ദെയർ lamenting her fate, but she decides to make use of the time left to her. ആരാണ് ഇയാളെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങാൻ വേണ്ടി അവൾ എന്ത് ചെയ്യുവാണ്, പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് ഇറങ്ങുവാണ്. ഷീ ഇൻസ്റ്റന്റ്ലി ലീവ്സ് എ ടവർ ആൻഡ് ഗെറ്റ്സ് എ ബോട്ട്, ആൻഡ് ദെൻ ബോട്ടിൽ എഴുതുന്നുണ്ട് എന്താണ് അവളുടെ നെയിം, ആൻഡ് സ്റ്റാർട്ടഡ് ഫ്ലോട്ടിംഗ് ടുവേർഡ്സ് ദി ക്യാമിലോട്ട്. ആ കാസലിലോട്ട് പോകാൻ ശ്രമിക്കുവാണ് ആര്, നമ്മുടെ ലേഡി. അവൾക്കറിയാം അവളുടെ ഫേറ്റ് എന്താണ്, കേഴ്സ്ഡ് ആണ്, ഡൂംഡ് ആണ്, അവൾക്ക് എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. ആൻഡ് ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവൾ ആ ഒരു കിട്ടിയ ചാൻസിൽ എന്താണ് ഇങ്ങനെ ലീവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. അതായത് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ ഒരു ഇച്ചിരി ഹോപ്പായിട്ട് കൂടി നല്ല പെട്ടെന്നൊരു ഫ്രീഡം കിട്ടിയ പോലെ അവള് ബോട്ടിൽ ഇങ്ങനെ പോവാണ്, ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ സിംഗിങ്. പിന്നെ ഒരു ഹോളി സോങ് ഒക്കെ പാടുന്നുണ്ട്. ഹോളി സോങ് പാടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടർത്ഥമാണുള്ളത്. അതായത് ഈ ബോട്ടിൽ കൂടെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ അവൾ ഇറങ്ങിയപ്പോൾ റിവറിലൂടെ പാസ് ചെയ്ത് പോയപ്പോൾ ഇവള് പാട്ട് പാടുവാണ്. അത് കൈൻഡ് ഓഫ് ഹോളി ചാന്റ് അല്ലെങ്കിൽ ഒരു ഹോളി മന്ത്ര പോലെയായിരുന്നു. സോ ഈ ഹോളി മന്ത്രയ്ക്ക് രണ്ട് സിഗ്നിഫിക്കൻസ് ആണുള്ളത്. വൺ ഇസ് ഷീ ഈസ് നെവർ മാരീഡ്, ആൻഡ് അനദർ കൈൻഡ് ഇസ് ഷീ ഈസ് എ വെർച്വസ് വുമൺ ആണ്. അത് രണ്ടും കാണിക്കുന്നു. And she sings until she is dead. And now the residents of the Camelot, particularly the knight Lancelot, pays her respect. And it shows that she had taken a noble and brave choice. അതാണ് ഇവിടെ പറയുന്നത്.
കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല ലേഡി ഷാലറ്റിനെ കുറിച്ച്. ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് ഇവർ മരിക്കുന്നതായിട്ടാണ്, ആ ബോട്ടിൽ കിടന്ന് തന്നെ മരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ആളുകളെല്ലാം ഇറങ്ങി വരുന്നു. ആളുകൾ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സർ ലാൻസ്ലോട്ട് നൈറ്റ് വരുന്നു. നൈറ്റ് വന്നിട്ട് ഇവർക്ക് റെസ്പെക്ട് കൊടുക്കുകയാണ്. അതായത് അവർക്ക് അവരുടെ ആ ഒരു ബ്രേവ് ചോയ്സ് ഉണ്ടല്ലോ, വെളിയിലിറങ്ങിയാൽ എന്തായാലും അവർക്ക് കേഴ്സ് ബിഫോൾ ചെയ്യും എന്ന് ആർക്കറിയാം, ലേഡി ഓഫ് ഷാലറ്റിന് അറിയാം. പക്ഷെ എന്നാലും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് എന്താണ്, പേടിച്ചിരിക്കുവാണോ? അല്ല, അവളപ്പം എന്ത് ചെയ്യുവാണ്, ബോട്ടുമായിട്ട് ആ കിട്ടിയ സമയം കൊണ്ട് ആ ലോകം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി റിവറിലോട്ട് പോവാണ്. സോ ആ ഒരു ബ്രേവ് ചോയ്സിനെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു. സോ വാട്ട് ഈസ് എ കണക്ഷൻ വിത്ത് ദ പോയം ആൻഡ് ദി ലേഡി ഷാലറ്റിയർ, അല്ലെങ്കിൽ പോയറ്റ് ആൻഡ് ലേഡി ഷാലറ്റിയർ? പോയറ്റ് wanted to take things differently. അതായത് എപ്പോഴും ലവ് ആൻഡ് നേച്ചറിനെ കുറിച്ച് മാത്രം എഴുതാതെ ഹിസ്റ്ററിയെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും എഴുതണമെന്ന് പോയറ്റിന് തോന്നി. അതായത് വേൾഡ്ലി അഫയേഴ്സിനെ കുറിച്ച് എഴുതണമെന്ന് നമ്മുടെ ടെന്നിസൺ ഒരു ആഗ്രഹം. പക്ഷെ ടെന്നിസന്റെ പേടി എന്താണ്, ആളുകൾ വേറെ രീതിയിലൊക്കെ എടുക്കുമോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ട്രൂ ആയിട്ടുള്ള ആ ഒരു മാജിക്കൽ സ്റ്റൈൽ ഓഫ് ദി പോം നഷ്ടപ്പെടുമോ എന്നൊക്കെ ആർക്ക് പേടി, ആർട്ടിസ്റ്റിക് സ്റ്റൈൽ നഷ്ടപ്പെടുമോ എന്ന് ആർക്ക് പേടി, ടെന്നിസന് പേടി. പക്ഷെ എന്നാലും എന്താ ഇവിടെ കാണിക്കുന്നത്, ടെന്നിസൺ എന്ത് മെസ്സേജാണ് ഈ ഒരു പോയത്തിലൂടെ തരുന്നത്? ആ ഇംപ്രസൺമെന്റ് എല്ലാം വിട്ട് ആർട്ടിസ്റ്റ് എന്ത് ചെയ്യണം, ലോകത്തോട്ട് നോക്കണം. അതായത് വേൾഡ്ലി അഫയേഴ്സിലോട്ട് നോക്കി ഇൻവോൾവ് ആയി ആ കാര്യങ്ങളും കൂടി എഴുതണം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ടെന്നിസൺ പറയുന്നത്. ഓക്കെ, സോ ദെൻ പാർട്ട് 1 എന്ന് പറയുന്നത്, നമുക്ക് സമ്മറിയിലോട്ട് പോവാം. പാർട്ട് 1 എന്ന് പറയുന്നത് റോഡിനെ കുറിച്ചും റിവറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഫാം ഫീൽഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ബാർലി ഫീൽഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ദ ടൗൺ ഓഫ് ക്യാംലെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ വൈൽ ട്രാവലിംഗ് അലോങ് ദ റോഡ്, പീപ്പിൾ ഓഫൺ ലുക്ക് ടുവേർഡ്സ് ദി ഐലൻഡ് നോൺ ആസ് ഷാലറ്റ്. അപ്പൊ ഈ ക്യാംലോട്ട് എന്നുള്ള പ്ലേസിലാണ് ഈ റോഡും റിവറും ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ലോങ് ഫീൽഡ്സ് ഓഫ് ബാർലി ഉള്ളത്. ആൻഡ് ഈ ക്യാംലെറ്റ് എന്നുള്ള റോഡിൽ, അതായത് ആ ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് ഷാലറ്റ് എന്നുള്ള ഐലൻഡ് കിടക്കുന്നത്. അപ്പൊ ഷാലറ്റിലാണ് ആരുള്ളത്, നമ്മുടെ ടവർ ഉള്ളത്. ടവറിലാണ് നമ്മുടെ ലേഡി ഇരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഐലൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ റിവറിന്റെ ഒരു മധ്യഭാഗത്തോട്ടാണ്. ഐലൻഡ് എന്ന് പറയുന്നത് സെവറൽ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് ലില്ലീസ് ഉണ്ട്, ഒരുപാട് വില്ലോ ഫ്ലവേഴ്സ് ഉണ്ട്, വില്ലോ പ്ലാന്റ്സ് അല്ലെങ്കിൽ വില്ലോ ട്രീസ് ഉണ്ട്. ആൻഡ് എ ലേഡി നോൺ ആസ് ലേഡി ഓഫ് ഷാലറ്റ് ഇസ് ഇംപ്രിസൺഡ് ഓൺ ആൻ ഐലൻഡ് ഇൻ എ ബിൽഡിംഗ് മെയ്ഡ് അപ്പ് ഓഫ് 4 ഗ്രേ വാൾസ് ആൻഡ് 4 ഗ്രേ ടവേഴ്സ്. നമ്മുടെ ആളുകൾ ക്യാംലെറ്റ് എന്നുള്ള ടൗണിലോട്ട് പാസ് ചെയ്യുമ്പോൾ ഐലൻഡ് അവർക്ക് കാണാം. ആ ഐലൻഡിന്റെ പേരാണ് ഷാലറ്റ് എന്നുള്ളത്. ഷാലറ്റ് എന്ന് പറയുന്നത് അവിടെ ആരുണ്ട്, ലേഡിയുണ്ട്, അവരെ ഇംപ്രിസൺഡ് ആക്കി വെച്ചേക്കുവാണ്. ആ ഒരു കാസിൽ, അല്ലെങ്കിൽ അവരൊരു കാസിലാണുള്ളത് കേട്ടോ, ഒരു ടവറിലാണുള്ളത്. ആ ടവറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്, 4 ഗ്രേ വോൾസും 4 ഗ്രേ ടവേഴ്സും അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ആ ഗ്രേ കളർ എന്നൊക്കെ പറയുന്നത് എന്താണ്, അവർക്കൊരു ഡൾ ലൈഫ് ആണെന്നൊക്കെ ഉള്ളത് ഓൾറെഡി പറയുവാണ് പോയിട്ട്. ആൻഡ് അലോങ് ദി എഡ്ജ് ഓഫ് ദ റിവർ ടു ക്യാംലോട്ട്, അവിടെ എന്താണ്, ഹെവി ബാർജസ് ഉണ്ട്, അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. പക്ഷെ എന്താണ്, ആ ലേഡി അവിടെ താമസിക്കുന്ന ലേഡിയെ കുറിച്ച് ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല ഡയറക്ട്ലി. അവിടെ വരുന്ന റീപ്പേഴ്സ് മാത്രം, ബാറിലെ റീപ്പ് ചെയ്യാൻ വരുന്ന റീപ്പേഴ്സ് മാത്രം ആണ്, അല്ലെങ്കിൽ ഫാർമേഴ്സ് മാത്രമാണ് ഈ ലേഡി പാട്ട് പാടുന്നത് കേട്ടിട്ടുള്ളത്. അവള് പാടുന്നതിന്റെ എക്കോ ഇവര് കേട്ടിട്ടുണ്ട്. ആൻഡ് ഓക്കെ, പാർട്ട് 2 പറയുന്നത് എന്താണ്, ദ ലേഡി ഓഫ് ഷാലറ്റ് ഈസ് വീവിംഗ് എ കളർഫുൾ മാജിക്കൽ വെബ്. ഇനി നമ്മുടെ പോയിട്ട് അവരെ കുറിച്ച് കൂടുതൽ പറയുവാണ്. ആൻഡ് ആരാണ്ട് പറഞ്ഞു എന്താണ്, ഇവളുടെ കേഴ്സ്, ഇവള് വീവിങ് നിർത്തി ക്യാംലെറ്റിലോട്ട് ഡയറക്ട്ലി നോക്കിക്കഴിഞ്ഞാൽ, അവൾ ആ പ്ലേസിലോട്ട് ഡയറക്ട്ലി നോക്കിക്കഴിഞ്ഞാൽ ഒരു കേഴ്സ് ഇവൾക്ക് വരും. ബട്ട് ഷീ ഈസ് നോട്ട് അവെയർ ഓഫ് വാട്ട് ദ കേഴ്സ് വുഡ് ബി. എന്താണ് ഇവളുടെ കേഴ്സ് എന്ന് ഇവൾക്ക് അറിയില്ല. Therefore, she only focuses on her weaving and doesn't lift her eyes. Okay. So while weaving, a mirror is also hanging before her. So in the mirror, she sees the shadows of the world. അങ്ങനെ ഈ ഷാഡോസ് റോഡിലൂടെ പാസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചും, പെസന്റിനെ കുറിച്ചും, റിവറിൽ എന്തൊക്കെ നടക്കുന്നു, അങ്ങനത്തുള്ള ഷെപ്പേർഡിനെ കുറിച്ച്, പ്രീസ്റ്റിനെ കുറിച്ച് ഒക്കെ ഇവള് ഷാഡോസിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അത് വീവ് ചെയ്യുന്നുണ്ട് ആരും, നമ്മുടെ ലേഡി. ആൻഡ് ഷീ ഓൾസോ സീസ് എ പെയർ ഓഫ് നൈറ്റ്സ് റൈഡിങ് ഓൺ എ ഹോഴ്സ്. പിന്നെന്താണ്, പക്ഷെ ഇവൾക്ക് എന്താണ്, ഒരു നൈറ്റ്, KNIGHT നൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ഒരു നൈറ്റ് ഒന്നും വെളിയിലൂടെ പാസ് ചെയ്യുന്നത് ഇവള് കാണുന്നുണ്ട് ഹോഴ്സിലൂടെ. പക്ഷെ ഇവളെ കോർട്ട് ചെയ്യാനോ ഇവളെ ഇഷ്ടപ്പെടാനോ ഒരു നൈറ്റും വരുന്നില്ല. നമ്മൾ സാധാരണ ഈ മെഡിവൽ റൊമാൻസസിലൊക്കെ കാണുന്ന മെയിൻ ക്യാരക്ടറാണ് ആരാണ്, ഒരു നൈറ്റ് വരും, ബ്രേവ് നൈറ്റ് ആണ്. അയാൾ വന്നിട്ട് ഈ ഐസൊലേറ്റഡ് ടവറിൽ നിന്ന് ഹീറോയിൻസിനെ
അല്ലെങ്കിൽ എന്താണ് അയാളുടെ ലേഡി ലവിനെ എന്താണ് മോൺസ്റ്റേഴ്സുമായിട്ടോ അല്ലെങ്കിൽ വില്ലൻസുമായിട്ട് ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ മെഡിവൽ റൊമാൻസിനകത്തൊക്കെ വരുന്നത്. പക്ഷെ അതുപോലെ ഒരു നൈറ്റ് ഇവളെ ഈ ഒരു ടവറിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ വരുന്നില്ലല്ലോ എന്നുള്ള വിഷമം ആർക്കുണ്ട്? ലേഡി ഓഫ് ഷാലറ്റിനുണ്ട്. ആൻഡ് ഡിസ്പൈറ്റ് ഓൾ ദീസ് തിങ്സ് ഷീ ഓൾസോ എൻജോയ്സ് ഹർ സോളിറ്റർനെസ് ആൻഡ് ഹർ വീവിംഗ് ഓൾസോ. സോ വെൻ ഷീ സീസ് എ പെയർ ഓഫ് ന്യൂലി വെഡ്സ് ഓർ എ ഫ്യൂണറൽ പൊസിഷൻ ഷീ എക്സ്പ്രസസ് ഹർ ഫ്രസ്ട്രേഷൻ. കാരണം അവൾക്ക് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ആ ഒരു മരണമാണെങ്കിലും അവരുടെ ആ ഒരു ലവ് ലൈഫ് ഒന്നും അവൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, പാർട്ട് 3 എന്ന് പറയുന്നത് എന്താണ്? എ നൈറ്റ് കംസ് ഇൻ എ ബ്രാസ് ആർമർ റൈഡിംഗ് ത്രൂ ദ ഫീൽഡ്സ് ഓഫ് ബാർലി. ദ സൺ ഇസ് ഓൾസോ ഷൈനിങ് ഓൺ ഹിസ് ബ്രാസ് ആർമർ ആൻഡ് ഇറ്റ് ഇസ് ഷൈനിങ്. അയാൾ ആർമർ വെയർ ചെയ്യുന്നുണ്ട്. അതൊരു ബ്രാസ് ആർമർ ആയതുകൊണ്ട് സൺലൈറ്റിൽ അത് റിഫ്ലക്റ്റഡ് ആയി ഷൈൻ ചെയ്യുന്നു. സോ ഇത് ആര് കണ്ടു? നമ്മുടെ ആ ഒരു ഷൈനിങ്നെസ് അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നെസ് ലേഡി ഓഫ് ഷാലറ്റിന് പെട്ടെന്ന് ഫീൽ ചെയ്തു മിററിലൂടെ. അതുവരെ ഷാഡോസ് ഫീൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാൻ തുടങ്ങി ലേഡി ഓഫ് ഷാലറ്റിന്. സോ ഒരു കുതിരപ്പുറത്താണ് പോകുന്നത്. ആ കുതിരയുടെ ബ്രിഡിലിന് എന്താണ്? ഭയങ്കര തിളക്കം, അതായത് ജംസ് കൊണ്ട് പതിച്ചേക്കുവാണ്. അത് സ്റ്റാർസ് തിളങ്ങുന്ന പോലെ, കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ് തിളങ്ങുന്ന പോലെ ഇവൾക്ക് ഫീൽ ചെയ്തു ഇവർക്ക്. ആൻഡ് ബെൽ സൗണ്ട് ഇയാളുടെ കുതിരയിൽ അത് റിങ് ചെയ്യുന്നുണ്ട്. ആകെ മൊത്തത്തിലൊരു മ്യൂസിക്കൽ ക്വാളിറ്റി അല്ലെ, ഒരു ബ്രൈറ്റ്നസ്സും ഒക്കെ വന്നു പെട്ടെന്ന്. ആൻഡ് ഹിസ് ആർമർ ഓൾസോ മേക്സ് എ നോയ്സ് when he runs alongside the remote island. ഓക്കെ, ആ ജുവൽ ഉണ്ടല്ലോ, അയാളുടെ നൈറ്റിന്റെ ജുവൽ എന്ന് പറയുന്നത്, അയാളുടെ ആ ഒരു സാഡിലുള്ള ജുവൽ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ബ്ലൂ കളറിൽ ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ഒരു മീറ്റിയോർ പോലെ ഇരിക്കുവാണ് അയാളെ കാണുമ്പോൾ. സോ സൺലൈറ്റ് ഉണ്ട്, അയാളുടെ ഫോർഹെഡ് ഗ്ലോ ചെയ്യുന്നു, അയാളുടെ ഹെൽമെറ്റ് ഗ്ലോ ചെയ്യുന്നു, അയാളുടെ സാഡിൽ ഗ്ലോ ചെയ്യുന്നു അല്ലെ, അയാളുടെ ബ്രിഡിൽ ഗ്ലോ ചെയ്യുന്നു, എല്ലാം ഗ്ലോ ചെയ്യുവാണ്. മണിയെല്ലാം ഇങ്ങനെ ബെൽസ് എല്ലാം ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്. അയാളുടെ ബ്ലാക്ക് കേളി ഹെയർ എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതായത് കാറ്റത്ത് ഇങ്ങനെ പറക്കുന്നുണ്ട്. സോ വെൻ ഹി പാസസ് ബൈ ദ റിവേഴ്സ് ഹി സീസ് ഹിസ് ഇമേജ് ഫ്ലാഷസ് ഇൻ ദ മിറർ ഓഫ് ദി ലേഡി ഓഫ് ഷാലറ്റ്. ഇപ്പൊ ടവറിന്റെ ഫ്രണ്ടിൽ കൂടെ അല്ലെങ്കിൽ റിവറിന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തപ്പോൾ കാസലിലുള്ള മിററിൽ ഇയാളുടെ ഈ ഒരു രൂപം ബ്രൈറ്റൻഡ് ആയിട്ട് റിഫ്ലക്റ്റഡ് ആവുന്നത് ഇയാൾ കണ്ടു. സോ ഹി ഇൻസ്റ്റന്റ്ലി ക്രൈസ്, ടിറ ലിറ എന്ന് പറഞ്ഞ് ഇയാള് കരയുന്നുണ്ട്. അപ്പൊ ലേഡി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സൗണ്ടും ഈ ഒരു ബ്രൈറ്റ്നസും ഒക്കെ കേട്ടിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? വീവിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ നൈറ്റിനെ കാണുന്നു. ആ സമയത്ത് കേഴ്സ് ബിഫോളോ ചെയ്യുന്നുണ്ട് ലേഡിയുടെ പുറത്ത്. മിറർ ക്രാക്ക് ചെയ്യുന്നു. ആൻഡ് ദ ലേഡി പ്രൊക്ലൈംസ് ഹർ ഡൂം ആൻഡ് ഷീ സേസ് ദാറ്റ് ദ കേഴ്സ് ഇസ് കം അപ്പോൺ മീ. അതായത് കേഴ്സ്, അതായത് എനിക്ക് ആ ശാപം ഏറ്റു എന്ന് നമ്മുടെ ലേഡി പറയുവാണ്. പാർട്ട് 4 എന്താ പറയുന്നത്? പിന്നെ കാണിക്കുന്നത് എന്താണ്? ഈ ഒരു കേഴ്സിന്റെ റിഫ്ലക്ഷൻ നേച്ചറിലും. ദ സ്കൈ ബ്രേക്സ് ഔട്ട് ഇൻ സ്റ്റോംസ് ആൻഡ് റെയിൻ. പെട്ടെന്ന് കൊടുങ്കാറ്റും റെയിനും വന്നു. ലേഡി ഷാലറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഷീ ലീവ്സ് ഹർ ടവർ ആൻഡ് ഗോസ് ടു ദ ടൗൺ. Goes down, she finds a boat and then she inscribes on the boat the Lady of Shalott. And now she looks downstream to the town of Camlet. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈവനിങ് ആയപ്പോഴത്തേക്കും ബോട്ടിൽ കയറി ആ ക്യാംലെറ്റിലോട്ട് ഇവള് പോവാണ്. ദ ലേഡി വിയേഴ്സ് എ വൈറ്റ് ഷോൾ ആണ്, പാട്ട് പാടുന്നുണ്ട്. ആൻഡ് ഷീ കണ്ടിന്യൂസ് സിംഗിങ്. പക്ഷെ എന്താണ്? അവളുടെ ബ്ലഡ് ഫ്രീസായി അവൾ അവിടെ മരിക്കുകയാണ് ബോട്ടിൽ വെച്ച്. എല്ലാ ലോഡ്സും എല്ലാ നൈറ്റ്സും ആൻഡ് എല്ലാ ലേഡീസും അവിടെ ഉള്ള ആളുകളെല്ലാരും സൈലന്റ് ആയിട്ട് ഇവൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവൾക്ക് പ്രയേഴ്സ് അർപ്പിക്കാൻ വേണ്ടി ഇവളെ കാണാൻ വേണ്ടി വരുവാണ്. ദേ റെഡ് ഹർ നെയിം ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഫിയറിംഗ്. അതായത് ദേ വേർ ടു സ്കെയർഡ് ടു റീഡ് ഹർ നെയിം. ലാൻസ്ലോട്ട്, ആ ബ്രേവ് നൈറ്റ് ഉണ്ടല്ലോ, ലാൻസ്ലോട്ട്, അതായത് ഇവിടെ ആരെയാണോ കാണാൻ ഉദ്ദേശിച്ചത് കണ്ടത് കാസലിന്റെ വെളിയിൽ വെച്ച്, ആ ലാൻസ്ലോട്ട് എന്നുള്ള ബ്രേവ് നൈറ്റും ക്രൗഡിൽ വന്നിട്ട് എന്താണ്? അയാളും ആ ഒരു നമ്മുടെ ഡെഡ് ലേഡിയെ നോക്കുകയാണ്. ആൻഡ് നൗ ഹി റിമാർക്സ്, such a lovely face she has and let God provide his mercy. അല്ലെങ്കിൽ God lend his mercy on that beautiful face എന്ന് പറഞ്ഞിട്ട് പോയം എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി poem. Then what about a form and meter? ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീറ്റർ എന്ന് പറയുന്നത് അയാംബിക് ആൻഡ് ട്രൊക്കേറ്റിക് ടെട്രമീറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. 4 സെക്ഷനാണുള്ളത്. ഫസ്റ്റ് 2 സെക്ഷൻ എന്ന് പറയുന്നത് പോയതിനകത്ത് 4 സ്റ്റാൻസാസ് ആണ്. ലാസ്റ്റ് 2 സെക്ഷൻ എന്ന് പറയുന്നത് 5 സ്റ്റാൻസാസ് ഈച്ച് ആണ്. പിന്നെ ഫസ്റ്റ് സെക്ഷനും തേർഡ് സെക്ഷനും എന്തിനെ കുറിച്ച് പറയുന്നു എന്നൊക്കെ, ഫസ്റ്റ് സെക്ഷനും 4th, 2nd, 3rd എന്തിനെ കുറിച്ച് പറയുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈച്ച് സ്റ്റാൻസ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ എ എ എ ബി സി 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 ബി. ഓക്കെ, ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത് ഇമേജറി യൂസ് ചെയ്യുന്നുണ്ട്. ഇമേജറി എന്ന് പറയുമ്പോൾ സർട്ടൻ ഇമേജസ് ആർ യൂസ്ഡ് ബൈ ദ പോയറ്റ്.
ഇമോഷൻസും ഫീലിംഗ്സും ഐഡിയാസും എല്ലാം ഇമേജസിലൂടെയാണ് കൺവേ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. ഇമേജറി എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് പാർച്ച്മെന്റ് ഓൺ ഹെർ ബ്രസ്റ്റ്, പിന്നെന്താണ് ദ പെയിൽ യെല്ലോ വുഡ്സ്, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ റിവറിന്റെ ഇമേജ് ഒക്കെ പറയണം. കൺസണൻസ് പറയുന്നുണ്ട്. കൺസണൻസ് എന്ന് വെച്ചാൽ എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്. അത് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആർ സൗണ്ട് റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. ടിൽ ഹെർ ഐസ് വെർ ഡാർക്ക് ആൻഡ് ഹോളി ആൻഡ് ഐ പിന്നെ ല് സൗണ്ട് വരുന്നുണ്ട്. കോൾ ബ്ലാക്ക് കേൾസ് എന്ന് പറയുന്ന ലൈനിനകത്ത് അലിട്രേഷൻ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് 2 or more വേർഡ്സ് വരുന്നത് വിത്തിൻ ദ സെയിം സൗണ്ട്. ഓക്കെ, സ്റ്റാർട്ടിംഗ് വിത്ത് ദ സെയിം സൗണ്ട്. അതെന്ന് പറയുന്നത് ത് സൗണ്ട് വരുന്നുണ്ട്. ദേ ക്രോസ്, ദംസെൽസ്, ദേർ സ്റ്റാർസ്, ദേ ബ്ലസ്ഡ്. പിന്നെ വ് സൗണ്ട്, അതായത് ഡബ്ല്യുവിന്റെ വ് സൗണ്ട് വരുന്നുണ്ട്. പെയിൽ യെല്ലോ വുഡ്സ്, വേർ വെയിനിങ്. ഓക്കെ, അതും. ദെൻ സിമിലി വരുന്നുണ്ട്. സിമിലി എന്ന് പറയുമ്പോൾ അറിയാലോ, കമ്പാരിസൺസ് വിത്ത് യൂസിംഗ് ലൈക്ക് ആൻഡ് ആസ്. അത് ഇൻ ദ ലൈൻ ദ ജെമ്മി ബ്രിഡിൽ ഗ്ലിറ്റേർഡ് ഫ്രീ ലൈക്ക് ടു സം ബ്രാഞ്ച് ഓഫ് സ്റ്റാർസ് വി സി ഹങ് ഇൻ ദ ഗോൾഡൻ ഗാലക്സി. അതായത് നമ്മുടെ നൈറ്റിന്റെ ബ്രിഡിൽ, ആ ബ്രിഡിൽ എന്ന് പറയുന്നത് ഗ്ലിറ്ററി ആണ് ലൈക്ക് സ്റ്റാർസ്. അത് അതായത് ഹോഴ്സിന്റെ ബ്രിഡിൽ ഇസ് കമ്പയർഡ് വിത്ത് ദി കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്. ദെൻ പേഴ്സോണിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് നോൺ ലിവിംഗ് തിങ്സിന്. അതായത് റിവർ കംപ്ലെയിൻ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട് ഒരു ഇമേജ്, അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പിന്നെ അനഫോറ വരുന്നുണ്ട്. റെപ്പറ്റേഷൻ ഓഫ് 2 or more വേർഡ്സ് അറ്റ് ദി ബിഗിനിങ് ഓഫ് 2 or more ലൈൻസ് ഇൻ ദ പോയട്രി. അതെന്ന് പറയുന്നത് ഷീ ലെഫ്റ്റ് ദ വെബ്, ഷീ മെയ്ഡ് 3 പീച്ചസ്, ഷീ സോ ദ വാട്ടർ ഫ്ലവർ ബ്ലൂം, ഷീ സോ ദ ഹെൽമെറ്റ്, ഷീ ലുക്ക് ഡൌൺ ടു ക്യാമുലറ്റ്. ഇതെല്ലാം അനഫോറയാണ്. ദ നെക്സ്റ്റ് വൺ ഇസ് എൻജാംമെന്റ്. എൻജാംമെന്റ് എന്ന് വെച്ചാൽ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ദാറ്റ് വിച്ച് കണ്ടിന്യൂസ് ടു അനദർ ലൈൻ. അതായത് ഒരു ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രേസ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അടുത്ത ലൈനിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാണ് വിത്തൌട്ട് എനി ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, അത് ലൈക്ക് ടു സം ബ്രാഞ്ച് ഓഫ് സ്റ്റാർസ് വി സി ഹങ് ഇൻ ദ ഗോൾഡൻ ഗാലക്സി, ഇതാണ്. ദെൻ സിമ്പിൾസ് എന്ന് പറയുന്ന റിവർ ഒരു സിമ്പിൾ ആണ്. റിവർ എന്ന് പറയുന്ന ഒരു പ്രോമിനന്റ് ഇമേജ് ആണ്. ഇമേജ് ഓഫ് ദ റിവർ ഇതിനകത്ത് ഇങ്ങനെ കാണിച്ച് ഒരു ബാക്ക് ബോൺ ഓഫ് ദ പോമാണ് ഇമേജ് ഓഫ് ദ റിവർ എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ പോയമിൽ നമ്മുടെ ലേഡി അവരുടെ ഫൈനൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് റിവറിലാണ്. ആൻഡ് ദ മൂവ്മെന്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ റിവറും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തത് ക്യാമലോട്ട് എന്നുള്ളതാണ്. ക്യാമലോട്ട് എന്ന് പറയുന്നത് എന്താണ്? കിങ് അല്ലെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ കാസിൽ, അതിനെ കാണിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ്. ആൻഡ് ക്യാമലോട്ട് എന്നുള്ള ആ ഒരു പ്ലേസ് പീസ് ആൻഡ് ഹാർമണിയെ കാണിക്കുന്നു. ഇറ്റ് ഈസ് എ ഫാർ അവേ പ്ലേസ് ആണ്. പിന്നെ എന്താണ്? ക്യാമലോട്ട് ഇസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടി ആൻഡ് ജോയ്. ഇറ്റ് ഈസ് ബീങ് കമ്പയർഡ് ടു ദ ഐലൻഡ് ഓഫ് ഷാലറ്റ് വിച്ച് ഇസ് ലോൺലി ആൻഡ് സാഡ്. ക്യാമലോട്ട് എന്ന് പറയുന്ന പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം സ്പ്ലെൻഡഡ് ആൻഡ് മാജിക്കലാണ്. പക്ഷേ ലേഡി ഓഫ് ഷാലറ്റ് താമസിക്കുന്ന ഐലൻഡ് ഓഫ് ഷാലറ്റ് എന്ന് പറയുന്നത് വളരെ ഡള്ളാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ലോൺലി ആൻഡ് സാഡ് ആണ്. ഓക്കെ, പിന്നെ ക്യാമലോട്ട് എന്നുള്ള പ്ലേസിനെ ഹെവൻ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്, ഒരു ഡ്രീമി ലൈക്ക് ലാൻഡ് ആയിട്ട്. അടുത്ത ഐലൻഡ് ഓഫ് ഷാലറ്റ് എന്ന് പറയുന്നത് ഒരു കട്ട് ഓഫ് പ്ലേസ് ആണ്, ഒരു ലോൺലി പ്ലേസ് ആണ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി ഐലൻഡ്. അതൊരു സിമ്പിൾ ഓഫ് ലോൺലിനെസ് അല്ലെങ്കിൽ ഐസൊലേഷനെ കാണിക്കുന്നു. പിന്നെന്താണ് പറയുന്നത്? പക്ഷേ ഐലൻഡ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ പ്ലേസ് ആണ്, ഒരു നൈസ് പ്ലേസ് ആണ് വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ ഫ്ലവേഴ്സ്. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ പീസ്ഫുൾ ആണ് ബിക്കോസ് ഇറ്റ് ഇസ് ഐസൊലേറ്റഡ്. ആരും വരാനില്ലാത്തതുകൊണ്ട് അതൊരു പീസ്ഫുൾ സ്ഥലമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെന്താണ്? റിമോട്ട് ഷാലറ്റ് എന്നാണ് എപ്പോഴും പറയുന്നത്. റിമോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ലോൺലി, ഡിസ്റ്റന്റ്, ഒറ്റയ്ക്ക്, ലോൺലി എന്നൊക്കെയുള്ളൊരു മീനിങ് വരുന്നത്. എപ്പോഴും റിമോട്ട് ഷാലറ്റ് എന്നാണ് ഈ ഒരു ഫ്രേസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദെൻ ലേഡി ഓഫ് ഷാലറ്റിനെ ഇംപ്രസന്റ് ചെയ്തേക്കുന്ന ഐലൻഡ് ആണ് ഐലൻഡ് ഓഫ് ഷാലറ്റ് എന്ന് നമുക്ക് പറയാം. ദെൻ മാജിക് വെബ്. മാജിക് വെബ് എന്ന് വെച്ചാൽ ഇവർ വീവ് ചെയ്യുന്ന ആ ഒരു ടേപ്പസ്ട്രി. മാജിക് വെബ് എന്ന് പറയുന്നത് ആരെയാണ് കാണിക്കുന്നത്? നമ്മുടെ ആ ഒരു ടേപ്പസ്ട്രിയാണ് കാണിക്കുന്നത്. നമ്മുടെ ലേഡി ഓഫ് ഷാലറ്റ് വീവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ ഒരു ക്ലോത്ത് ടൈപ്പ് ഓഫ് തിങ്, അതിനെയാണ് മാജിക് വെബ് എന്ന് പറയുന്നത്. പിന്നെ ദ ലേഡി ഈസ് ആക്ച്വലി കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ സ്പൈഡർ ഹു ഈസ് കണ്ടിന്യൂസ്ലി വീവിംഗ് ദ വെബ്. അതുകൊണ്ടാണ് മാജിക് വെബ് എന്ന് ഇവളുടെ ആ ഒരു ടേപ്പസ്ട്രിയെ പറയുന്നത്. അതൊരു ഐറണിയാണ്. ആക്ച്വലി ലേഡിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വെബ് വീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവളാണ് ശരിക്കും പറഞ്ഞ ഒരു ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുന്നത്, അതായത് കേഴ്സിൽ അകപ്പെട്ടിരിക്കുന്നത്. സോ അതൊരു ഐറണിയാണ്. പിന്നെ എന്തെന്ന് പറയാം, നമുക്ക് ആ ഒരു കേഴ്സിനെ കുറിച്ച് പറയാം. ഓക്കെ, ഈ ഒരു വെബ് എന്ന് പറയുന്ന കേഴ്സിനെ കാണിക്കുന്നു. വെബ് എന്ന് അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പോയിട്ട് പറയുന്നത്, ഒരു സിമ്പിൾ ഓഫ് ഇംപ്രിസൺമെന്റ് ആയിട്ട് കാണിക്കുന്നു. പിന്നെ ഈ വീവിംഗ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് എൻലെസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതിനൊരു സ്റ്റോപ്പ് വരുന്നില്ല. അവർക്ക് വെളിയിൽ നോക്കാൻ പറ്റുന്നില്ല, ഈ ഒരു ആക്ടിവിറ്റി നിർത്താനും പറ്റുന്നില്ല. സോ അതൊരു ഇംപ്രിസൺമെന്റ് പോലെയാണ്. ഓക്കെ, പിന്നെ
ഈ വെബ് നമുക്ക് പോയറ്റുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം? അദ്ദേഹത്തിന്റെ യൂഷ്വൽ പോയട്രി അതെന്ന് പറയുന്ന ഈ ഒരു വെബായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അദ്ദേഹത്തിന്റെ എപ്പോഴും എഴുതുന്ന പോയട്രി അല്ലെങ്കിൽ എപ്പോഴും അദ്ദേഹം എഴുതുന്ന തീംസ് എന്ന് പറയുന്നത് ഈ ഒരു ഡൾ ആയിട്ടുള്ള വീവിങ്ങിനെ അല്ലെങ്കിൽ വെബിനെ കാണിക്കുന്നു. ഡിഫറന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതാണ് റിവറിലൂടെ പോകുന്ന യാത്ര എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വെളിയിലോട്ട് നോക്കുന്നത് എന്നുള്ളത്. ദെൻ മിറർ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നമ്മുടെ ഷാഡോസ് റിഫ്ലക്റ്റഡ് ആവുന്നു. ഔട്ട്സൈഡ് വേൾഡ് റിഫ്ലക്റ്റഡ് ആയിട്ട് ഷാഡോസ് ആയിട്ട് ഇവിടെ വന്ന് വീഴുന്നു അല്ലെ. അതിലൂടെയാണ് ആര് മനസ്സിലാക്കുന്നത്? നമ്മുടെ ലേഡി വേൾഡിനെ മനസ്സിലാക്കുന്നത്. ഹാഫ് വേൾഡിനെ കുറിച്ച് മിററിലൂടെ മനസ്സിലാക്കുന്നുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് വേൾഡിനെ കുറിച്ചുള്ള ഇമേജ് കിട്ടുന്നുണ്ടോ? ഇല്ല. മിയർ ഷാഡോസിലൂടെയാണ് വേൾഡിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ മിറർ എന്ന് പറയുന്നത് എന്താണ്? മിററിലൂടെയാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല വേൾഡിന്റെ അടുത്തൂടെ, അല്ലെ മിററിലൂടെ വേൾഡിലോട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. ഒരു കൈൻഡ് ഓഫ് ഐസൊലേഷൻ ആണ് വരുന്നത്. റിമോട്ട്നെസ് ഇൻ ദ വേൾഡ്, അതൊക്കെ മിറർ സിംബലൈസ് ചെയ്യുവാണ്. ആ ലേഡി ഷാലറ്റിന്റെ ടെറിബിൾ ലൈഫിനെ കുറിച്ച്. മിററിനെ നമ്മുടെ പോയിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മിറർ ക്ലിയർ എന്നാണ് പറയുന്നത്, പക്ഷേ ഷാഡോസ് മാത്രമേ ഇത് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് പാരഡോക്സ് ആണ്. ഓക്കെ, ക്ലിയർ മിറർ ആണെങ്കിൽ ഷാഡോസ് ആണോ റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്? അല്ല. ദെൻ പിന്നെന്താണ്? മിറർ ബ്രൈറ്റ് കളേഴ്സും എല്ലാ ആളുകളെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ലേഡിക്ക് അതെന്താണ്, അത് നല്ലപോലെ ലൈഫ് ലൈക്ക് ആയിട്ട് അല്ലെങ്കിൽ മാജിക്കലായിട്ട് തോന്നുന്നില്ല. വെറും ഇമിറ്റേഷൻസ് ആയിട്ടാണ് നമ്മുടെ ലേഡി ഓഫ് ഷാലറ്റിന് അത് തോന്നുന്നത്. ഓക്കെ, ദെൻ മിററിനകത്ത് റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്ന ഇമേജസിനെയൊക്കെ നമുക്ക് മെറ്റഫേഴ്സ് ആയിട്ട് വിളിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പോയം എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു പോയറ്റും തമ്മിലുള്ള ഡിലമ എങ്ങനെയാണ് കാണിക്കുന്നത്? കോൺഫ്ലിക്റ്റ് ഓഫ് ആർട്ടും ലൈഫും തമ്മിലുള്ള എങ്ങനെയാണ് കാണിക്കുന്നത്? പോയറ്റിന് വേറെ തീംസ് ഒക്കെ എംപ്ലോയ് ചെയ്ത് എഴുതണം എന്നുണ്ട് അദ്ദേഹത്തിന്റെ പോയംസിൽ. പക്ഷെ അദ്ദേഹത്തിന് പേടി, അദ്ദേഹത്തിന്റെ ആ ഒരു ട്രൂ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി അല്ലെങ്കിൽ പോയം എന്ന് പറയുന്നത് എപ്പോഴും ആർട്ടിന് വേണ്ടി മാത്രമുള്ളതാണോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മുടെ ടെന്നീസൺ ഇതിനകത്ത് ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ലവിനെ കുറിച്ച് ഇമാജിനേഷനെ കുറിച്ച് മാത്രം എഴുതിയാൽ മതിയോ? നേച്ചറിനെ കുറിച്ച് മാത്രം എഴുതിയാൽ മതിയോ പോയംസ്? എന്താണ് നമ്മുടെ ചുറ്റിനും നടക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് എഴുതണ്ടേ? പ്രോബ്ലംസിനെ കുറിച്ചും ഹ്യൂമാനിറ്റിയെ കുറിച്ചും ഒക്കെ എഴുതണ്ടേ? അപ്പം അത് എഴുതാൻ വേണ്ടി നമ്മുടെ ടെന്നീസണിന് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പേടി ഇതിനെക്കുറിച്ച്. അതായത് ഒന്ന് സബ്ജക്ട് തീംസ് ഒക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് എഴുതി കഴിഞ്ഞാൽ അത് പോയത്തിന്റെ ക്വാളിറ്റിയെ ബാധിക്കുമോ, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, ഇദ്ദേഹത്തിനൊരു പേടി. അപ്പൊ ആ ഒരു പേടിയെ സിംബലൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ലേഡി ഓഫ് ഷാലറ്റ് എന്നുള്ള ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലേഡി ഓഫ് ഷാലറ്റും എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഒരു ജോലിയേ ഉള്ളൂ, വീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിററിൽ കാണുന്ന ഈ ഷാഡോസ് ആണ് ഇവർ വീവ് ചെയ്യുന്നത്. അതും വെളിയിൽ എന്താണ് നടക്കുന്നതെന്ന് ലേഡി ഓഫ് ഷാലറ്റിന് അറിയാനും പറ്റുന്നില്ല. ഒരു ശാപം പോലെ വെളിയിലോട്ട് നോക്കാനും പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ശാപത്തിലാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ഇരിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ടെന്നീസൺ പറയുന്നത്. വെളിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആരും എഴുതുന്നില്ല. എന്തോ ഒരു കേഴ്സ് പിടിച്ച ജീവിതമാണ് ആർട്ടിസ്റ്റുകളുടേത്. വെളിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതി കഴിയുമ്പോൾ കുറച്ച് മാജിക്കലായിട്ടൊക്കെ ചിലപ്പോൾ പോയംസിനകത്ത് വരാം. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് എഴുതാൻ പേടി. ആ ഒരു ഡിലമയാണ് ഈ ഒരു പോയത്തിനകത്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, മിയർ ഷാഡോസ് ഓഫ് ദ വേൾഡിനെ കുറിച്ചാണ് ഇപ്പോൾ പോയറ്റ്സ് എല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പോയത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. റിയൽ വേൾഡിനെ കുറിച്ച് അദ്ദേഹത്തിന് എഴുതണം എന്ന് ആഗ്രഹമുണ്ട്. ആരെ പോലെ? നമ്മുടെ ലേഡി ഓഫ് ഷാലറ്റിന് വെളിയിലോട്ട് നോക്കാൻ ആഗ്രഹമുള്ളത് പോലെ. പക്ഷെ ലേഡി ഓഫ് ഷാലറ്റ് വെളിയിൽ നോക്കിയതും അവൾക്ക് എന്തു പറ്റിയെന്നാ പറഞ്ഞത്? മരിച്ചുപോയി. ബോട്ടിലൂടെ യാത്ര ചെയ്തെങ്കിലും മരിച്ചുപോയില്ലേ? സോ ആ ഒരു പേടിയാണ് മരണം എന്ന് പറയുന്നത്. ഇവിടെ പോയറ്റിന്റെ ആ ഒരു ഫിയറിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പോയംസ് ഒക്കെ പുവർ ക്വാളിറ്റിയായി മാറുമോ? ആ ഒരു ട്രൂ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഇദ്ദേഹത്തിന്റെ പോയംസിൽ നിന്ന് വിട്ടുപോകുമോ എന്ന് പേടി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.